ഹായ് ഗായ്സ്, കലിബ്രോ എന്ന് ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 6 വീക്ക് വിഷനിലേക്കുള്ള വാശിയേറി വോട്ടിംഗ് ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ ബുധനാഴ്ച രാത്രി 8 മണി വരെയുള്ള അൺഒഫീഷ്യൽ വോട്ട് സ്റ്റാറ്റ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ള 13 മത്സരാർത്ഥികളാണുള്ളത്. 13 മത്സരാർത്ഥികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുന്നാൽ മാത്രമേ ആ മത്സരാർത്ഥി സാവത്തുള്ളൂ. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധപ്പെട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇന്ന് രാത്രി 8 മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടിൽ ഒന്നാം പൊസിഷൻ അനിമോൾ തന്നെയാണ് തുടരുന്നത്. അനിമോളുടെ പൊസിഷൻ യാതൊരു മാറ്റമില്ലാണ്ട് തുടരുകയാണ്. വമ്പിച്ചൊരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 13,899 കൂറ്റം വോട്ടിന്റെ ബലത്തിൽ അനിമോൾ ഒന്നാം പൊസിഷനിലാണ്. രണ്ടാം പൊസിഷനിൽ അനീഷ് തന്നെയാണ് തുടരുന്നത്. അനീഷിന്റെ പൊസിഷനും യാതൊരു മാറ്റവുമില്ല. ഇതുവരെയ്ക്കും അനിമോളിനെ ഓവർടേക്ക് ചെയ്യാൻ സാധിച്ചില്ല. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ 11,807 വോട്ട് നേടി അനിമോളുടെ തൊട്ട് പിന്നിലായി രണ്ടാം പൊസിഷനിലാണ് നിലകൊള്ളുന്നത്. മൂന്നാം പൊസിഷനിൽ ആദില തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. ആദില ഇപ്പോൾ ഏകദേശം അനീഷുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. 10,567 വോട്ട് നേടി മൂന്നാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നാലാം പൊസിഷനിൽ അക്ബർ ഖാൻ തന്നെ തുടരുകയാണ്. ഒരു ഘട്ടത്തിൽ അതിലെ അട്ടിമറിച്ചെങ്കിലും പിന്നീട് മുന്നിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ 10,350 വോട്ടിന്റെ ബലത്തിൽ നാലാം പൊസിഷൻ നിലകൊള്ളുകയാണ്. അഞ്ചാം പൊസിഷനിൽ ആര്യൻ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. പക്ഷേ ആര്യൻ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 8,155 വോട്ടിന്റെ ബലത്തിലാണ് അഞ്ചാം പൊസിഷനിൽ നിലകൊള്ളുന്നത്. ആറാം പൊസിഷനിലേക്ക് ബിന്നി സെബാസ്റ്റ്യൻ അട്ടിമറി മുന്നേറ്റം നടത്തി കയറി വന്നിരിക്കുകയാണ്. നെവിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ആറാം പൊസിഷനിലേക്ക് ബിന്നി സെബാസ്റ്റ്യൻ കയറി വന്നത്. ഇപ്പോൾ 7,980 വോട്ടിന്റെ ബലത്തിൽ ആറാം പൊസിഷൻ നിലനിർത്തിയിരിക്കുകയാണ് ബിന്നി. ഏഴാം പൊസിഷനിൽ റന ഫാത്തിമ തുടരുകയാണ്. റന ഫാത്തിമയ്ക്കും നല്ല രീതിയിലുള്ള ഒരു വോട്ട് മുന്നേറ്റമാണ് കണ്ടുവരുന്നത്. ബിന്നിയുമായിട്ട് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് റന ഫാത്തിമ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ 7,957 വോട്ട് നേടി ഏഴാം പൊസിഷനാണുള്ളത്. എട്ടാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുകയാണ് നെവിൻ. ഒരു ഘട്ടത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോഴേക്കും എട്ടാം പൊസിഷനിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ്. 7,946 വോട്ട് നേടിയാണ് എട്ടാം പൊസിഷനിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. ഒമ്പതാം പൊസിഷനിൽ വേദലക്ഷ്മിയാണ് തുടരുന്നത്. വേദലക്ഷ്മി തുടക്കത്തിൽ കാണിച്ച പോലത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് ഇപ്പോൾ ഉള്ളത്. വോട്ടിന്റെ മധ്യത്തിൽ ഒന്ന് പിന്നിലേക്ക് പോയെങ്കിലും പിന്നീട് മുന്നിലേക്ക് വരികയാണ്. ഇപ്പോൾ 7,345 വോട്ട് നേടി ഒമ്പതാം പൊസിഷനാണുള്ളത്. പത്താം പൊസിഷനിൽ അഭിലാഷാണ് ഉള്ളത്. അഭിലാഷിന്റെ വോട്ടിംഗ് നല്ല രീതിയിലൊരു കുറവ് കണ്ടുവരികയാണ്. നേരത്തെ ആറാം പൊസിഷനിലുള്ള വരെ നിന്നിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ ഇപ്പോൾ പത്താം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലേക്ക് മാറിയിരിക്കുകയാണ്. 7,266 വോട്ട് നേടി പത്താം പൊസിഷനാണുള്ളത്. 11ാം പൊസിഷനിൽ മസ്താനിയാണ് തുടരുന്നത്. മസ്താനിക്ക് ഇപ്പോൾ ചെറിയൊരു വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. ഇപ്പോൾ അഭിലാഷുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് ഉള്ളത്. വരും മണിക്കൂറിലെ വോട്ടിംഗ് മസ്താനിക്ക് വളരെ നിർണ്ണയമാണ്. ഇപ്പോൾ 7,004 വോട്ട് നേടി 11ാം പൊസിഷനാണുള്ളത്. 12ാം പൊസിഷനിൽ പ്രവീൺ തന്നെ തുടരുകയാണ്. പ്രവീണും മസ്താനിയും ഈ ഏകദേശം ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. വരും മണിക്കൂറിലുള്ള വോട്ടിംഗ് ഇവർക്ക് രണ്ടുപേർക്ക് നിർണ്ണയമാണ്. ഇപ്പോൾ 6,789 വോട്ട് നേടി 12ാം പൊസിഷനാണുള്ളത്. 13ാം പൊസിഷനിൽ സാബുമാൻ തന്നെ തുടരുകയാണ്. യാതൊരു മാറ്റമില്ലാണ്ട് വോട്ടിങ്ങിന്റെ തുടക്കത്തിലെ ലാസ്റ്റ് പൊസിഷൻ തന്നെയാണ് തുടരുന്നത്. ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 6,433 വോട്ട് നേടി 13ാം പൊസിഷനിലാണ് സാബുമാൻ.